ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുണ്ടാക്കിയൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി കാണിച്ചു തരാവേ. ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നത്. ഫ്രൂട്ട് സലാഡ് ഞാൻ നേരത്തെ തൊട്ട് കഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഫ്ലേവറിലുള്ളൊരു ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി. ഒരു വട്ടം ഞാൻ ഉണ്ടാക്കി നോക്കി, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. നെയ്യുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, നിങ്ങൾക്ക് വേണേൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഗ്യാസ് സിമ്മിലിട്ട് വേണേ റോസ്റ്റ് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സിമ്മിലിട്ട് വേണേൽ റോസ്റ്റ് ചെയ്തെടുക്കാനേ. സേമിയ നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാവേ. ഞാനിവിടെ അരക്കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി നമുക്കതിനാവശ്യമായ കസ്റ്റർഡ് റെഡിയാക്കാവേ. ഞാൻ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ കസ്റ്റർഡ് പൗഡറും ഒരു അരക്കപ്പ് പാലും കൂടി എടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കട്ടയില്ലാത്ത രീതിയിൽ കൂടെ വേണേൽ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമ്മുടെ സേമിയ എല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാൻ നല്ലപോലെ മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം ഇച്ചിരി കയറി നിന്നാലും കുഴപ്പമില്ല, ഇതിന് മധുരം നല്ലപോലെ ഇടുമ്പോൾ അത്രയും ടേസ്റ്റി ആവുമേ. ഇനി സേമിയൊക്കെ വെന്ത് വരുമ്പോൾ വീർത്ത് വരുന്ന ഒരു പരുവാകുമല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാവേ. കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാവേ. ഇനി അത് ആറി കഴിയുമ്പോൾ ഇതുപോലെ ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് കാണിച്ചു തരാം. അനാർ നമ്മൾ മുറിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ കറ പറ്റും, അത് മുറിച്ച് അടത്തിയെടുക്കും. അപ്പോൾ കറ പറ്റാത്ത രീതിയിൽ കൂടി അതിൻ്റെ കുരു അടത്തിയെടുക്കാനുള്ള ഒരു ടിപ്പ് കാണിച്ചു തരാം. ഇങ്ങനെ പിച്ചാത്തിയുടെ പിടിക്കുന്ന വശം വെച്ചിട്ട് അതിൻ്റെ തൊണ്ടിട്ട് നടിച്ചു കൊടുക്കുമ്പോൾ ആ കുരുവെല്ലാം വരും, നമ്മുടെ കയ്യിൽ കറയൊന്നും ആവൂലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അനാർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇച്ചിരി മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്, പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം, പിസ്ത ഇട്ട് കൊടുക്കാം, ബദാം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഫ്രൂട്ട്സ് പിള്ളേർ കഴിക്കാൻ ഇച്ചിരി പാടാണ്. ആപ്പിളാണേലും ഏത്തപ്പഴമാണെങ്കിലൊക്കെ പിള്ളേരെ തീറ്റിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ കൂടെ കൊടുക്കുവാണെങ്കിൽ ആ ഫ്രൂട്ട്സ് അവരുടെ വയറ്റിൽ ചെല്ലുകയും ചെയ്യും, ടേസ്റ്റി ആയിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.